നിലം എന്ന് പറഞ്ഞാൽ ലോകം എന്നാണ് വേദപുസ്തകത്തിൽ പറയുന്നത്. അതുപോലെ വിതയെക്കുറിച്ച് പറയുന്നത്, സ്തോത്രം, വിത്ത് വിതയ്ക്കുന്ന ഉപമ ഒന്നിലധികം ഉപമ പറഞ്ഞിട്ടുണ്ട്. ഒരു ഉപമയിൽ വഴിയരികെ വീണതും, മുള്ളിനിടയിൽ വീണതും, പാറസ്ഥലത്ത് വീണതും, നല്ല സ്ഥലത്ത് വീണതും, അതിനെക്കുറിച്ചാണ് പറയുന്നത്. മറ്റൊരു ഉപമയിൽ പറയുന്നത്, സ്തോത്രം, ദൈവത്തിൻ്റെ പുത്രൻ നല്ല വിത്ത് വിതച്ചു, ദുഷ്ടൻ വന്ന് കള വിതച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നല്ല വിത്ത് വിതയ്ക്കപ്പെടുന്നു, കളയും വിതയ്ക്കപ്പെടുന്നു. അപ്പോൾ നല്ല വിത്ത് വിതയ്ക്കപ്പെടുന്ന ഒരു സ്ഥലമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സഭയാണ്. കൈകളെ ഉയർത്തി ഹല്ലേലൂയ. ലോകം മുഴുവനുമുള്ളതിൽ നിന്ന് ഒരു ഏരിയ വേർതിരിച്ച് അവിടെ നല്ല വിത്ത് വിതയ്ക്കുന്നത് പോലെ ആമേൻ, കർത്താവ് തിരഞ്ഞെടുത്ത ഒരു തോട്ടമുണ്ട്. ആ തോട്ടത്തിനകത്ത് ദൈവപുത്രൻ വിതച്ച നല്ല വിത്തുക്കൾ എവിടെ വീണോ അത് കിളിർത്ത് അത് വളരുന്നതാണ് ഗോതമ്പ് ചെടി. സ്തോത്രം. എന്നാൽ ഈ ഗോതമ്പ് ചെടികൾ വളരുന്നതിനിടയ്ക്ക് ആമേൻ, ദുഷ്ടൻ വന്ന് കള വിതയ്ക്കും. അപ്പോൾ ദൈവസഭയ്ക്കകത്തും ആമേൻ ആമേൻ ദൈവത്തിൻ്റെ തോട്ടത്തിനകത്തും ആ നല്ല വിത്ത് വിതയ്ക്കപ്പെട്ട തോട്ടത്തിനകത്തും ദുഷ്ടൻ വിതച്ച ചില കളകളുണ്ട്. പക്ഷെ അവിടെ മനസ്സിലാക്കണം, അവിടെ ഗോതമ്പ് ചെടി അധികമായിരിക്കും, ഇടയ്ക്കിടയ്ക്ക് കളയും കാണും. കളയുടെ അർത്ഥം കള ദുഷ്ടന്മാർ എന്നാണ് ബൈബിളിൽ പറയുന്നത്. ലോകത്തിലെ സകല മനുഷ്യരും ദുഷ്ടന്മാർ തന്നെയാണ്. പക്ഷേ അവർ ഒരു ദിവസം വചനമാകുന്ന വിത്ത് അവരുടെ ഉള്ളിൽ വീണപ്പോൾ അത് കിളർത്ത് പുതിയൊരു സൃഷ്ടിയായി വളർന്നപ്പോൾ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി എന്ന് പറഞ്ഞതുപോലെ അവൻ വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ അവൻ ഒരു നല്ല ഗോതമ്പ് ചെടിയായി കിളിർത്തു വളരുന്നു.